ഒരു നക്ഷത്രത്തിന്റെ തിളക്കം കണ്ട് നാവികർ തുറമുഖത്തെ നയിക്കപ്പെടുന്നത് പോലെ ക്രിസ്ത്യാനികൾ മറിയത്താൽ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നു. തോമസ് അക്വിനസ്. സെപ്റ്റംബർ 8 പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാളായി നാം ആഘോഷിക്കുകയാണ്. കന്യാമറിയത്തിന്റെ ജനനം ക്രൈസ്തവ പാരമ്പര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള സംഭവമാണ്. പരിശുദ്ധ അമ്മയുടെ ചില സവിശേഷതകൾ നാം ഇവിടെ കാണുവാൻ പോവുകയാണ്. തുടക്കം മുതലുള്ള വിശുദ്ധിയും കൃപയും. കത്തോലിക്ക പാരമ്പര്യം അമലോത്ഭവം എന്ന വിശ്വാസം മുറുകെ പിടിക്കുന്നുണ്ട്. അതായത് മറിയം ജന്മഭാവമില്ലാതെയാണ് ഗർഭം ധരിക്കപ്പെട്ടത്. ഈ വിശുദ്ധി ദൈവത്തിന്റെ പ്രത്യേക കൃപയെ ഉയർത്തിക്കാട്ടുകയും ദൈവമാതാവെന്ന അവരുടെ അതുല്യമായ പങ്കിന് മുന്നോടിയാവുകയും ചെയ്യുന്നു. അടുത്തതായി മാതാപിതാക്കളുടെയും കുടുംബത്തിന്റെയും പങ്ക്. പാരമ്പര്യമനുസരിച്ച് മറിയത്തിന്റെ മാതാപിതാക്കൾ വിശുദ്ധ ജോവാക്യവും അന്നയുമാണ്. അവരുടെ വാർദ്ധക്യത്തെയും ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ദീർഘകാല ആഗ്രഹവും നമുക്കേവർക്കും സുപരിചിതമാണ്. കുടുംബത്തിൻ്റെയും ക്ഷമയുടെയും അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും പ്രാധാന്യം ഈ കഥാഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെറിയ കാര്യങ്ങളിലൂടെയാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നതെന്നും അവിടുന്ന് വിശ്വസ്തരുടെ പ്രാർത്ഥനകളെ മാനിക്കുന്നുവെന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനം ലോകത്തിന് ഏറ്റവും വലിയ സന്തോഷവും പ്രത്യാശയും നൽകിയ ഒരു എളിയ ജനനത്തിൻ്റെ ആഘോഷമാണിത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവത്തിന്, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് ഇത് വേദിയൊരുക്കി. ഓരോ വ്യക്തിക്കും ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്കേവർക്കും കാവലായിരിക്കട്ടെ.